ദൈവകരുണയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എനിക്ക് 40 വയസ്സ് വരെ ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിച്ചിരുന്നത്. അങ്ങനെയാണ് ഞാൻ 40-ാം വയസ്സിൽ ഒരു ധ്യാനം കൂടുന്നത്. ഈ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു മാറ്റം ഉണ്ടായി. എന്നാൽ എൻ്റെ ചിന്ത എങ്ങനെയായിരുന്നു? 40 വയസ്സ് വരെ എനിക്കൊരു വിശ്വാസമില്ലാതെ ജീവിച്ച ഞാൻ ഇനിയുള്ള കാലം ഞാൻ എന്തിനു വേണ്ടി വിശ്വസിക്കണം? അപ്പോൾ അത് ഈശോ എനിക്ക് പിന്നെ ഓരോ വചനങ്ങൾ തരാൻ തുടങ്ങി. അത് ഇപ്രകാരമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും ആത്മാവ് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി. വീണ്ടും ഈശോ പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യം, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, ദൈവകോപം അവന്റെ മേലുണ്ട്. പുത്രന്റെ വചനം അനുസരിക്കാത്തവൻ നിത്യജീവൻ ദർശിക്കുകയില്ല, ദൈവകോപം അവന്റെ മേലുണ്ട്. നാം എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നാണ് അർത്ഥം. എന്താണ് അവിടുത്തെ കൽപ്പന? യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യം, അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോ പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യം, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുകയും. ഇങ്ങനെ അപ്പത്തെക്കുറിച്ചും നിത്യജീവനെ കുറിച്ചും യേശു ധാരാളം സംസാരിച്ചു യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തില്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ വായിക്കുമ്പോൾ കാണുന്നു, ഈ വചനങ്ങളെല്ലാം കേട്ടപ്പോൾ അവർ പിറുപിറുത്തു. യോഹന്നാൻ സുവിശേഷം 6:63 പറയുന്നു, ഈശോ പറയുകയാണ്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ആത്മാവിന്റെ രക്ഷയെക്കുറിച്ചും നിത്യജീവനെ കുറിച്ചുമാണ്. വീണ്ടും ശിഷ്യന്മാർ പിറുപിറുക്കാൻ തുടങ്ങി. ഈശോ അവരോട് പറഞ്ഞു, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുത്തേക്ക് വരികയില്ല. അതിനുശേഷം ധാരാളം ശിഷ്യന്മാർ യേശുവിനെ വിട്ടുപോയി. യേശു 12 പേരോടായിട്ട് ചോദിച്ചു, നിങ്ങളും എന്നെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലേ? ശിമോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലാണുള്ളത്. നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ 12 പേരെയല്ലേ തിരഞ്ഞെടുത്തത്? എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. യൂദാസിനെ കുറിച്ചാണ് അങ്ങനെ ഈശോ പറഞ്ഞത്. കാരണം അവൻ 30 വെള്ളി നാണയത്തിന് ഈശോയെ ഒറ്റിക്കൊടുക്കാതിരുന്നവനായിരുന്നു. അവൻ ധനമോഹിയായിരുന്നു. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യർത്ഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. ദൈവിക മനുഷ്യനായ നീ ഇതിൽ നിന്ന് ഓടിയകലണം. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നം വയ്ക്കുക. വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുക. ഇതിലേക്കാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. വീണ്ടും ഈശോ സ്വർഗത്തെ കുറിച്ച് പറയുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുകളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ നിരവധിയായ അത്ഭുതങ്ങൾ ഞങ്ങൾ ചെയ്തില്ലേ? പ്രവചന വരമുണ്ടായിരുന്നു, പിശാചുകളെ പുറത്താക്കാനുള്ള വരമുണ്ടായിരുന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എന്തെന്നാൽ എന്റെ ഈ വചനങ്ങൾ കേൾക്കുകയും
അതനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമ്മൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ആ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല, കാരണം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എന്നാൽ എന്റെ ഈ വചനങ്ങൾ കേൾക്കുകയും അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ആ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, വീണുപോയി, അതിന്റെ തകർച്ച വലുതായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ധാരാളം കുറവുകൾ, അനുസരണത്തിന്റെ കുറവുകൾ ധാരാളമുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിലൂടെ എനിക്ക് എൻ്റെ സ്വർഗവും നഷ്ടപ്പെടില്ല, ഈശോയും നഷ്ടപ്പെടില്ല. അപ്പൊ അതിനെക്കുറിച്ച് രണ്ട് പ്രത്യേകമായിട്ട് ഈശോയിൽ നിന്ന്, പരിശുദ്ധ അമ്മയിൽ നിന്ന് കിട്ടിയ സന്ദേശമാണ്. ഒന്ന്, 3 രാജാക്കന്മാർ യേശുവിനെ ആരാധിക്കാൻ വേണ്ടി ബത്ലഹേമിലേക്ക് വരുന്നു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുക, അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോട് കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയോട് കൂടി കാണണം, അപ്പോൾ എൻ്റെ ഈശോ നഷ്ടപ്പെടുകയില്ല എന്നുള്ള ഒരു വലിയ മാതൃക, എനിക്ക് വലിയൊരു വിശ്വാസം എന്നെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. വീണ്ടും പരിശുദ്ധ അമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധ ബർണദത്തേക്കായിരുന്നു. ബർണദത്ത് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ്. എന്നാൽ പരിശുദ്ധ അമ്മ ആ മകളോട് പറയുകയാണ്, ഐ ഡു നോട്ട് പ്രോമിസ് ടു മേക്ക് യു ഹാപ്പി ഇൻ ദിസ് വേൾഡ്, ഓൺലി ഇൻ ദ നെക്സ്റ്റ്. എന്നാൽ ആ മകൾ മരിച്ചു. എന്നാൽ അവളുടെ ശരീരം അഴുകാതെ ഇന്നും പാരീസിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവൾ സ്വർഗത്തിലേക്കും പോയി. അപ്പൊ അമ്മയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, പരിശുദ്ധ അമ്മയ്ക്ക് എല്ലാം സാധിക്കും. അങ്ങനെ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. ഞാൻ പ്രാർത്ഥനകൾ ആരംഭിച്ചു. പക്ഷെ എൻ്റെ സാക്ഷി പ്രകാരമായിരുന്നു, എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 6 മക്കളായിരുന്നു. ഞാൻ 3ാമത്തെ മകനാണ്. അപ്പോൾ ചെറുപ്പം മുതലേ ഞാൻ തീരെ അനുസരണയില്ലാത്ത ഒരു വ്യക്തി. എനിക്ക് സ്കൂളിൽ പോകാൻ തീരെ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അപ്പൻ എപ്പോഴും എന്നെ അടിക്കുമായിരുന്നു, ശരിക്കും ശിക്ഷിക്കുമായിരുന്നു. അങ്ങനെ ഒരു 14ാമത്തെ വയസ്സ്, 13 വയസ്സ് കഴിഞ്ഞ് 14ാമത്തെ വയസ്സിൽ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അപ്പൻ്റെ അടി സഹിക്കാൻ വയ്യാണ്ട് വീട് വിട്ടിറങ്ങി. അങ്ങനെ ഞാൻ താമസിയാതെ ബോംബെ പട്ടണത്തിലെത്തുന്നു. ബോംബെയിൽ ധാരാളം സഹനങ്ങളുണ്ടായി. എന്നാലും 3 കൊല്ലങ്ങൾക്ക് ശേഷം എൻ്റെ ചേച്ചി നഴ്സിങ്ങിനായിട്ട് ബോംബെയിലേക്ക് വരുന്നു. അപ്പനാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പൻ എന്നെ അഡ്രസ്സിൽ കണ്ടില്ല എങ്കിലും ഞങ്ങൾ യാദൃശ്യമായി കണ്ടുമുട്ടി. അങ്ങനെ ഞങ്ങൾ അവസാനമായിട്ട് കണ്ടു. പിന്നീട് അപ്പൻ നാട്ടിലേക്ക് വന്നു. അപ്പൻ മരിച്ചുപോയി. ശേഷം എൻ്റെ ചേച്ചിയുടെ കൂടെ ആയിരുന്നു. ചേച്ചിയുടെ കൂടെ എപ്പോഴും പള്ളിയിൽ പോകുമായിരുന്നു. എല്ലാ ഞായറാഴ്ചയും എല്ലാ ബുധനാഴ്ചകളിലും നിത്യസഹായ മാതാവിൻ്റെ നൊവേനയ്ക്ക് വേണ്ടി. അപ്പൊ ഈ നൊവേനയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ ഒരു 9 ആഴ്ച മുടങ്ങാതെ നൊവേനയിൽ സംബന്ധിച്ചു. പക്ഷേ പരിശുദ്ധ അമ്മ ആ പ്രാർത്ഥന കേട്ടില്ല. വീണ്ടും 9 ആഴ്ച മാതാവ് കേട്ടില്ല. തന്നെയല്ല, ഞാനൊരു കേസിൽ ചെന്നുപെട്ടു. എനിക്ക് വളരെ വേദനയായി. എന്നാലും മാതാവ് എന്നെ, നിത്യസഹായ മാതാവ് എന്നെ ചതിച്ചു എന്നുള്ളൊരു വിചാരമായിരുന്നു എൻ്റെ. അങ്ങനെ ഞാൻ പള്ളിയും മാതാവിനെ എല്ലാം ഉപേക്ഷിച്ചു. പിന്നീട് 40 വയസ്സ് വരെ എൻ്റെതായ ലോകത്തിലായിരുന്നു. ഞാൻ ഗൾഫിലെല്ലാം പോയി, തിരിച്ചു വന്നു, വിവാഹം കഴിച്ചു, 2 മക്കളായി. പക്ഷേ മദ്യപാനിയായിട്ട് മാറി. എല്ലാവരും വെറുക്കപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ 1990-91 കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട നായിക് മെമ്പർ അച്ഛൻ്റെ വലിയ കൺവെൻഷനുകളും ധ്യാനങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ പലരും പറയുകയാണ്, ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ മദ്യപാനം നിന്നുപോയി. എനിക്കത് വിശ്വസിക്കാൻ വയ്യ. പക്ഷെ എല്ലാവരോടും പറഞ്ഞു പറ്റിക്കണം. ഞാൻ ധ്യാനം കൂടി ഒരു മദ്യപാനൊക്കെ നിർത്തി മിടുക്കണ്ട എന്ന് പറയാൻ വേണ്ടി മാത്രം 1991 ജൂൺ മാസത്തിൽ ഞാൻ ധ്യാനത്തിന് പോകുന്നു. ധ്യാനത്തിന് പോയി 2ാം ദിവസം തന്നെ കാര്യം മനസ്സിലായി. സത്യത്തിൽ കർത്താവ് എൻ്റെ ഹൃദയത്തെ ഉഴുതുമറിക്കുകയായിരുന്നു. എനിക്ക് ആകെ വിഷമമായി. ദൈവമേ, ഇത്ര നല്ല യേശുവിനെ എനിക്ക് അറിയാൻ പറ്റാതെ ആയല്ലോ ഈ 40 വയസ്സ് വരെ. ഇനിയുള്ള കാലം ഞാൻ എൻ്റെ ക്രിസ്തുവിനെ പ്രതി ഞാൻ ജീവിക്കും, അന്വേഷിക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ ബൈബിൾ വായന ആരംഭിച്ചു, പ്രാർത്ഥന ആരംഭിച്ചു. താമസിയാതെ ഞാൻ ഗൾഫിലേക്ക് പോയി. 3 കൊല്ലക്കാലം ഗൾഫിൽ നിന്നു. ഗൾഫിൽ വെച്ച് ധാരാളം സമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. ബൈബിൾ വായനയായിരുന്നു ഏറ്റവും കൂടുതൽ.
പിന്നെ സ്തുതിപ്പും. 3 കൊല്ലമായപ്പോഴേക്കും കർത്താവ് ശക്തമായൊരു സന്ദേശം തന്നു, നീ തിരിച്ച് നാട്ടിലേക്ക് പോകണം, നിനക്ക് ഇനിയും ധാരാളം കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് അറിയാനുണ്ട്. അങ്ങനെ ഞാൻ താമസിയാൻ 3 കൊല്ലത്തിന് ശേഷം വീണ്ടും നാട്ടിലേക്ക് വന്നു. എന്ത് ചെയ്യണം, എങ്ങനെ പ്രാർത്ഥന ആരംഭിക്കണം എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇങ്ങനെ വീട്ടിലിരുന്നു, എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി ദിവ്യബലിയിൽ സംബന്ധിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെ നടന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് തോന്നി പോട്ട ആശ്രമത്തിലേക്ക് ഒന്ന് പോകാം. അങ്ങനെ ഞാൻ പോട്ട ആശ്രമത്തിൽ ചെന്നു. അവിടെ ശുശ്രൂഷകൾ നടക്കുന്നു. അങ്ങനെ ഒരു സഹോദരിയുടെ അടുത്ത് ഞാൻ ചെന്ന് കൗൺസിലിങ്ങിന് ഇരുന്നു. അപ്പൊ ആ സഹോദരി പറയുക, ബ്രദറിന് മധ്യസ്ഥ പ്രാർത്ഥന വരമുണ്ട്, ഇപ്പോൾ തന്നെ ഞാൻ പോയി ഡയറക്ടർ അച്ഛനോട് പറയാം. അങ്ങനെ ആ സഹോദരി പറഞ്ഞതിന്റെ ഫലമായിട്ട് ഞാൻ അവിടെ മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് ചേരാൻ സാധിച്ചു. നല്ലതുപോലെ വലിയ സന്തോഷമായി, നല്ലതുപോലെ പ്രാർത്ഥനകൾ നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഞ്ചിക്കോട് റാണി എന്നൊരു മകൾക്ക് മാതാവ് വേളാങ്കണ്ണി പള്ളിയിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ട് ഒരു ജപമാല കൊടുത്തു എന്ന് കേട്ടത്. അപ്പൊ ആദ്യമൊന്നും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു. അവിടെ ഏകദേശം നടന്ന കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു. അപ്പോൾ ആ സഹോദരി ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മാതാവിന്റെ ഒരു സന്ദേശമുണ്ട്, എല്ലാ ദിവസവും ഒരു സമ്പൂർണ്ണ ജപമാല ചെല്ലണം. അപ്പോൾ അന്ന് 51 മണി ജപം ഞാൻ കഷ്ടിച്ചേ ചൊല്ലിയിരുന്നുള്ളൂ. പക്ഷെ ഈ 15 രഹസ്യം ഒരുമിച്ച് എങ്ങനെ ചൊല്ലും എന്നുള്ള എന്റെ ചിന്തയായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് ചിന്തിക്കാൻ തുടങ്ങി, എന്ത് ചെയ്യും ഒരു 153 മണി ജപം ജപമാല ഉണ്ടാക്കുന്നതിന്. അങ്ങനെ കുറച്ച് ജപമാലയുടെ മുത്തും നൂലെല്ലാം വാങ്ങിച്ച് എൻ്റെ ഭാവനയില് ഞാനൊരു ജപമാല ഉണ്ടാക്കി. ഇതാണ് 153 ജപം. ഇതെന്റെ ഭാവനയിൽ ഉണ്ടാക്കിയ ഒരു ജപമാലയാണിത്. അങ്ങനെ ഈ ജപമാല ഞാൻ കൈകൾ വിരിച്ചു ഉയർത്തിപ്പിടിച്ച് അങ്ങനെ ജപമാല ചെല്ലാൻ തുടങ്ങി. ഈ ജപമാല തുടങ്ങിയതിന് ശേഷം ധാരാളം ജപമാല ഉണ്ടാക്കി തോട്ട ആശ്രമത്തിൽ സഹപ്രവർത്തകർക്ക് കൊടുക്കാൻ തുടങ്ങി. അവരും ഈ ജപമാല ചൊല്ലാൻ തുടങ്ങി. അതിനുശേഷം ഈ ജപമാല ധാരാളം ഉണ്ടാക്കി ഞാൻ കഞ്ചിക്കോട് റാണിയുടെ ഭവനത്തിൽ കൊണ്ടുകൊടുത്തു. അപ്പോ അവിടെയും ആൾക്കാർ വന്ന് വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനും എൻ്റെ മക്കളെല്ലാം ഇരുന്ന് ആയിരക്കണക്കിന് ജപമാല ഉണ്ടാക്കി കഞ്ചിക്കോട് റാണിയുടെ ഭവനം വഴി അവരെ പ്രചരിപ്പിക്കാൻ മാതാവ് എന്നെ അനുവദിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എനിക്ക് തോന്നി വേളാങ്കണ്ണി ദേവാലയത്തിൽ പോയിരുന്ന് ഒരു 7 ദിവസം ഉപവസിച്ചിരുന്നൊന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ വേളാങ്കണ്ണി ദേവാലയത്തിൽ പോയിരുന്ന് 7 ദിവസം ഉപവസിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ജപമാല തന്നെയാണ് 153 എപ്പോഴും കൈകൾ ഉയർത്തിപ്പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ 10 നന്മ നിറഞ്ഞ മറിയുമേ പെട്ടെന്ന് തീരും, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും വെക്കണ്ടേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ 10 പകരം 50 മണിയുള്ള ഒരു ജപമാല ഉണ്ടാകും. അങ്ങനെ ഞാൻ ഇങ്ങനെ 253 മണി ജപം, ഇത് ഒരു രഹസ്യം 50 അപ്പൊ ഒരു ജപമാലയ്ക്ക് 253 മണി ജപം. ഈ ജപമാല ഉണ്ടാക്കി ഞാൻ കൈകൾ ഉയർത്തി ചെല്ലാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ കഞ്ചിക്കോട് റാണിയുടെ കയ്യിൽ കൊണ്ടുകൊടുത്ത് പറഞ്ഞു, നോക്കൂ, ഞാൻ ഇങ്ങനെ ഒരു ജപമാല ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതാണ് പിന്നെ ഇത് ചെല്ലാനായിട്ട് വളരെ നല്ല അഭിഷേകമാണ് എനിക്കിന്ന്. ആ സഹോദരി ഈ ജപമാല കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ഇത് പവർഫുൾ ജപമാലയാണ്, പക്ഷെ എല്ലാവർക്കും ചെല്ലാൻ സാധിച്ചെന്ന് വരില്ല, ബ്രദറിന് സാധിക്കുന്നുവെങ്കിൽ ധാരാളം ചുരുക്കും. അങ്ങനെ ഞാൻ ഈ ജപമാലയായിട്ട് കോട്ട ആശ്രമത്തിൽ വന്നു. ഞങ്ങളെ ലീഡറിനെ കാണിച്ചു. ലീഡർ പറയുക, പ്രാർത്ഥിച്ചിട്ട് നേരെ പോയി ഡയറക്ടർ അച്ഛനെ പോയി കണ്ട് ഇതിന്റെ ഒരു ഗ്രൂപ്പ്, പ്രാർത്ഥന ഗ്രൂപ്പ് നമുക്ക് തുടങ്ങണം തോമസേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിന്റെ ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് ആരംഭിച്ചു. 3 ജപമാല എന്ന് പറയുമ്പോൾ 753 753 മണി ജപം. അങ്ങനെ എല്ലാ ശനിയാഴ്ചകളിലും ഞങ്ങൾ ഗ്രൂപ്പിലിരുന്ന് ഈ ജപമാല ചെല്ലാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് നല്ല ഭക്തിയിലൊക്കെ പോകുന്ന കാലത്താണ് കൊളുത്തുവയൽ ടീം പാലക്കാട് ഒരു മരിയൻ ധ്യാനം ആരംഭിച്ചു. അപ്പൊ മരിയൻ ധ്യാനത്തില് കൂടിക്കഴിഞ്ഞപ്പോ എനിക്ക് വലിയൊരു ആഗ്രഹം, ഇതിലൊരു ശുശ്രൂഷകനാകണം. ഞാൻ കഞ്ചിക്കോട് റാണിയെ സമീപിച്ചു. റാണി റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ അബ്രഹാം കഴിയകൂടി അച്ഛൻ്റെ കെയറോപ്പിൽ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു കൊളുത്തുവയലിലെ. അങ്ങനെ അവരുടെ കൂടെ ഒരു ശുശ്രൂഷകനാവാനുള്ള വലിയൊരു ഭാഗ്യം മാതാവ് എനിക്ക് തന്നു. ഞാൻ അങ്ങനെ ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട അബ്രഹാം കഴിയകൂടി അച്ഛൻ പറയാ, തോമസേ, 53 മണി ജപം ഉണ്ടാക്കേണ്ടത്, അതും ജർമ്മൻ കെട്ട്. അച്ഛൻ ഞാനിതൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ അച്ഛൻ ഒരാളെ എന്നെ പരിചയപ്പെടുത്തി തന്നു. ഞാൻ ഒരു കെട്ട് പഠിച്ചു. അതിനുശേഷം ഇതാണ് ജർമ്മൻ കെട്ടുള്ള 253 മണി ജപം. ഇങ്ങനെ ഞാൻ ഈ ജപമാല പ്രാർത്ഥിച്ചത് ഉണ്ടാക്കി
വളരെ ഭംഗിയായി പിന്നീട് അപ്പൊ അച്ഛനെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ധ്യാനത്തിന്റെ മധ്യേ ധാരാളം പേർക്ക് ഈ ജപമാല പ്രചരിപ്പിക്കാൻ സാധിച്ചു. അങ്ങനെ ഇരിക്കെ എൻ്റെ ചേച്ചി, ബൊംബെയിലുണ്ടാവുന്ന ചേച്ചി അമേരിക്കയിലായിരുന്നു. ആ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വിസ ശരിയായി. ഞാനും കുടുംബവും അമേരിക്ക ന്യൂയോർക്കിലേക്ക് വന്നു. ന്യൂയോർക്കിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമെല്ലാം അല്പം സങ്കടങ്ങളുണ്ടായിരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനകളോ ഒന്നും ഞാൻ മുടക്കിയില്ല. ദിവ്യവിളിയും എല്ലാത്തിലും സ്ട്രോങ് ആയിട്ട് നിന്നു. അങ്ങനെ ഈ ജപമാല ഉണ്ടാക്കാൻ തുടങ്ങി. ഇങ്ങനെ ധാരാളം ജപമാലകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കാൻ ഇന്നും മാതാവ് എന്നെ അനുവദിച്ചു. എന്നാൽ അമേരിക്കയിൽ വന്നപ്പോൾ വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് യൂറോപ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും പോയി കാണണമെന്ന്. എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിരുന്നുവെങ്കിലും എനിക്ക് അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. യാത്ര ചെയ്യാനൊന്നും ഒരു മടി ഉണ്ടായിരുന്നില്ല. എന്നാൽ പരിശുദ്ധ അമ്മ ആ വലിയൊരു ആഗ്രഹം സാധിച്ചു തന്നു. അത് ഇപ്രകാരമായിരുന്നു. ആദ്യമായിട്ട് ഞാൻ പോകുന്നത് ഗാഡലൂപ്പെ മാതാവിൻ്റെ അടുത്താണ്. ആ ദേവാലയത്തിലേക്ക് പോകുന്നു. അതിനുശേഷം 7 പ്രാവശ്യം എന്നെ മാതാവ് അവിടേക്ക് കൊണ്ടുപോയി. 8 പ്രാവശ്യം ഗാഡലൂപ്പെ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാനുള്ള അവസരം തന്നു. പിന്നെ പോയത് ഫാത്തിമയിലേക്കാണ്. ഫാത്തിമയിൽ ആദ്യമായിട്ട് പോയി 1 പ്രാവശ്യം പോയിരുന്നു പ്രാർത്ഥിച്ചു. പിന്നീട് ഞാൻ 5 പ്രാവശ്യം കൂടിയും പോയി. 6 പ്രാവശ്യം എന്നെ മാതാവ് അവിടേക്ക് കൊണ്ടുപോയി. അതുപോലെ ലൂർദില് ഇതേപോലെ 5 പ്രാവശ്യം എന്നെ അവിടേക്ക് കൊണ്ടുപോയി മാതാവ്. ആ ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനും വിശുദ്ധ ഭരണത്തിന്റെ ആ അഴുകാത്ത ശരീരം കാണാനുള്ള ഒരു ഭാഗ്യം മാതാവ് തന്നു. അത് കഴിഞ്ഞിട്ട് പോകുന്നത് ലൊറേട്ടോ ആണ്. ലൊറേട്ടോ ഇറ്റലിയില് ലൊറേട്ടോ മാതാവിന്റെ അടുത്ത് 5 പ്രാവശ്യം തന്നെ പോയി. 4 പ്രാവശ്യത്തോളം റോമില് നമ്മുടെ ബസിലിക്കയിൽ പോകാൻ സാധിച്ചു. അതുപോലെ തന്നെ അവിടെ വിശുദ്ധർ ധാരാളം പേരുണ്ട്. ഫ്രാൻസിസ് അസീസി, ക്ലാര പുണ്യവതിമാർ 2 പേരുണ്ട് അടുത്തടുത്തായിട്ട്. അതുപോലെ ലാൻസിയാനോ, റീത്ത പുണ്യവതി, ജോസഫ് കുപ്രിറ്റിനോ, ഇങ്ങനെ കുറെ വിശുദ്ധരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കാനുള്ള ഒരു ഭാഗ്യം അവിടെ വെച്ച് കിട്ടി. പിന്നെ പോളണ്ടിൽ പോകാൻ സാധിച്ചു. പോളണ്ടിലുള്ള മാതാവിന്റെ ദേവാലയത്തിലും അതുപോലെ കട്നയുടെ ഈശോയുടെ ദേവാലയത്തിലും പോയിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചു. പിന്നീട് അയർലൻഡിലെ നോർത്തിൽ പോയിട്ട് 5 പ്രാവശ്യം മാതാവ് എന്നെ കൊണ്ടുപോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചു. ആഫ്രിക്കയില് റുവാണ്ട എന്ന സ്ഥലത്ത് കിബിയോഹോ മാതാവിന്റെ അടുത്ത് പോയി 2 പ്രാവശ്യം പോയി ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഗ്രഹം തന്നു. അതുപോലെ സ്പെയിനിൽ 2 പ്രാവശ്യം പോയി അവർ ലേഡി ഓഫ് അറ്റോച്ച, അവർ ലേഡി ഓഫ് പില്ലർ, അങ്ങനെ 2 സ്ഥലം. പിന്നെ അവിടെ ഒരു വിശുദ്ധയുണ്ട്, വാഴ്ത്തപ്പെട്ട മരിയ, സിസ്റ്റർ മരിയ. ഈ സിസ്റ്റർ മരിയ വളരെ അത്ഭുത പ്രവർത്തികയായിരുന്നു. അത് ആ സ്ഥലം എനിക്ക് കേട്ടപ്പോൾ മുതൽ കാണുന്ന ആഗ്രഹം തോന്നി. പരിശുദ്ധ അമ്മ എന്നെ അവിടേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ലണ്ടനിൽ 2 സ്ഥലത്തേക്ക് തന്നെ പോയി. അതുപോലെ അർജന്റീനയില് ഒരച്ഛനായിട്ട് പരിചയപ്പെട്ടു. CMI അച്ഛനാണ്. അപ്പൊ ഈ അച്ഛൻ പറഞ്ഞു, ഇവിടെ പാവപ്പെട്ടവരാണ്, തോമസ് ഏട്ടൻ വരാണെങ്കിൽ നമുക്ക് ഇവിടെ കറങ്ങാൻ താമസിക്കാൻ സൗകര്യം തരാം, ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമുണ്ട്. അങ്ങനെ ഞാൻ ഈ അച്ഛൻ പറഞ്ഞത് കേട്ട് എനിക്കറിയില്ല അർജന്റീനയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് അർജന്റീനയിലേക്ക് എത്തി. അവിടെ അച്ഛന്മാർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഈ അച്ഛന്മാരോട് എന്നെ ആദ്യം കൊണ്ടുപോയത്, ആ സ്ഥലത്തിന്റെ പേരറിയില്ല, അർജന്റീനയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട്, ഈ അച്ഛന്മാരോടൊപ്പം പ്രാർത്ഥിക്കാനായിട്ട് വലിയൊരു അനുഗ്രഹമാണ് തന്നത്. അതിനുശേഷം അച്ഛൻ പറഞ്ഞു, ഒരു യൂക്രിസ്റ്റിക് മിറക്കിൾ നടന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയും എന്നെ കൊണ്ടുപോയി. ഞാൻ അവിടെ നിന്ന് അതെല്ലാം കാണാനുള്ള ഒരു അനുഗ്രഹം കിട്ടി. അത് കഴിഞ്ഞിട്ട് അതിലും വലിയൊരു അത്ഭുതമാണ് പറഞ്ഞത്. അവിടെയുള്ള ഒരു ആദിവാസിക്ക് മാതാവിന്റെ ഒരു ചെറിയൊരു തിരുസ്വരൂപം കിട്ടി. ഈ തിരുസ്വരൂപം ആ മകൻ എടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെ അവിടുത്തെ സായിപ്പ്മാരാന്ന് പറയുന്നു, അവര് കണ്ടു ഈ രൂപം കണ്ടിട്ട് പറയുകയാണ്, ഇതെവിടെ നിന്ന് കിട്ടി? അപ്പൊ അവൻ പറഞ്ഞു, ഇങ്ങനെ പാടത്ത് വയലിൽ നിന്നാണ് കിട്ടിയത്. അത് കണ്ടെടുത്ത് അവർ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് അവിടെ വലിയൊരു ദേവാലയമാണ് ഉള്ളത്. അപ്പൊ ആ ദേവാലയത്തിലേക്ക് ഒക്ടോബർ മാസത്തിലേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് 60 കിലോമീറ്റർ നടന്നാണ് പരിശുദ്ധ അമ്മയുടെ ഈ ദേവാലയത്തിലേക്ക് വരുന്നത്. അവർ പറയുന്നത് രാവിലെ 6 മണിക്ക് പ്രദർശനം തുടങ്ങി കഴിഞ്ഞാൽ രാത്രി 2 മണി വരെ പ്രദർശനമാണ്. അങ്ങനെ അതിഗംഭീരമായ ഒരു പ്രദർശനമാണ് അവിടെ നടക്കുന്നത്. അവിടെ എല്ലാം പോയി കാണാൻ സാധിച്ചു. അതിനുശേഷം സ്പെയിനില് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമായിരുന്നു അറ്റോച്ച മാതാവ്. ആ മാതാവിന്റെ ദേവാലയത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ അവർ ലേഡി ഓഫ് പില്ലർ, ആ ഒരു ദേവാലയത്തിലും പോയി സാധിച്ചു. പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടി. പക്ഷെ അതിലും കൂടുതലായിട്ട് ഒരു നല്ലൊരു വിശുദ്ധയെ കുറിച്ച് അറിയാൻ സാധിച്ചു. പരിശുദ്ധ അമ്മയുടെ അങ്ങേയറ്റം വേണ്ടപ്പെട്ട ഒരു വിശുദ്ധയാണ്
അഗ്രേതായിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയ. ഈ സിസ്റ്റർ മരിയയ്ക്ക് വലിയൊരു അത്ഭുത സിദ്ധി ഉണ്ടായിരുന്നു. ഈ മകൾ അഗ്രേതായിൽ നിന്ന് അമേരിക്കയിലെ ടെക്സാസിൽ വന്നിട്ട് പറന്നു വന്ന് പ്രസംഗിക്കുകയായിരുന്നു അവിടെയുള്ള റെഡ് ഇന്ത്യൻസിനോട്. അപ്പൊ ഈ റെഡ് ഇന്ത്യൻസ് ഒക്കെ ഇവരിൽ നിന്ന് വചനം കേട്ടു. അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് കാലങ്ങളും കഴിഞ്ഞപ്പോൾ ഈ റെഡ് ഇന്ത്യൻസിന്റെ അടുത്ത് ധാരാളം മിഷണറിമാർ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഈശോയെ കുറിച്ച് പറയുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഈശോയെ കുറിച്ച് കേട്ടത്? അപ്പോഴാണ് പറഞ്ഞത്, അഗ്രേതായിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയ ആകാശത്തിൽ കൂടെ നീലങ്കി ധരിച്ച് ആകാശത്തിൽ കൂടെ വന്ന് ഞങ്ങൾക്ക് യേശുവിനെ പറഞ്ഞു തരുമായിരുന്നു. പക്ഷേ അഗ്രേതായിൽ നിന്നാണ് വരുന്നതെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ മിഷണറിമാർ ചിന്തിച്ചു, എങ്ങനെയാണ് ഒരു കന്യാസ്ത്രീ ഇവിടെ വന്ന് ഇതേപോലെ അവർക്ക് സുവിശേഷം കൊടുക്കുന്നത്? അവരന്വേഷിച്ചപ്പോൾ മനസ്സിലായി അഗ്രേതയിൽ നിന്നാണ് ഈ സിസ്റ്റർ വന്നതെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ അവർക്ക് ബൈ ലൊക്കേഷൻ ആയിരുന്നു. അങ്ങനെ അവർ വന്ന് ഇവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. രണ്ടാമത് ഈ അഗ്രേതയിലെ വാഴ്ത്തപ്പെട്ട മരിയോട് പരിശുദ്ധ അമ്മ പറഞ്ഞു, എന്റെ ജീവിത ചരിത്രം നീ എഴുതണം. അങ്ങനെ ആ മകളെ കൊണ്ട് അഗ്രേതായിലെ വാഴ്ത്തപ്പെട്ട മരിയെ കൊണ്ട് പരിശുദ്ധ അമ്മ മാതാവിന്റെ ജീവിത ചരിത്രം എഴുതി. മിസ്റ്റിക്കൽ സിറ്റി അങ്ങനെ ഒരു പേരുണ്ട്. ആ ഒരു പേരില് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ മകള്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ധാരാളം കാര്യങ്ങൾ പരിശുദ്ധ അമ്മയെ കുറിച്ചെല്ലാം അറിയാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെ ഞാൻ ആ കോൺവെന്റിൽ ചെന്നു. അത് മിണ്ടാമടമാണ്, അകത്തേക്ക് വിടില്ല. അവിടെ ഈ ശരീരം അഴുകിയിട്ടില്ല. ഈ അഴുകാത്ത ശരീരത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു അനുഗ്രഹം പരിശുദ്ധ അമ്മ തന്നു. അങ്ങനെ മാതാവ് ധാരാളം സ്ഥലങ്ങളിൽ കൊണ്ടുപോയി. ധാരാളം പരിശുദ്ധ അമ്മയോടുള്ള വിശ്വാസം വർദ്ധിച്ചു. അങ്ങനെ ഈ വിശ്വാസം വർദ്ധിക്കുക വഴി അനേകരെ പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് നയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന് സ്തുതി. ആമേൻ.